പ്രകാശമേ മിഴി തുറക്കുക വേഗം. നെടുവീർപ്പിടുന്ന ഈശോയെ നമ്മളിന്ന് കണ്ടുമുട്ടുന്ന 40-ാം വെള്ളിയാണ് നമ്മൾ ആചരിക്കുക. ഇന്ന് നെടുവീർപ്പിടുന്ന ഈശോ ലാസറിന്റെ കബറിടത്തിനരികിൽ നെടുവീർപ്പിടുകയാണ്. ലാസർ മരിക്കുന്ന സമയത്ത് ഈശോ അവിടെയില്ല. അപ്പോൾ സഹോദരിമാർ പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷേ ഈശോയ്ക്കറിയാം, ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനാണെന്നും ഈ ലാസറിന് സൗഖ്യം നൽകി അവനെ ഉയർപ്പിക്കുവാനുള്ള കൃപ എന്നിലുണ്ടെന്നുമുള്ള തിരിച്ചറിവ് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ലാസറിനെ അവൻ ഉയർപ്പിക്കുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ തോന്നും, ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമോ? എൻ്റെ രോഗം, എൻ്റെ സഹനം, എൻ്റെ ജീവിതത്തിലെ ചില തടസ്സങ്ങൾ, എൻ്റെ സാമ്പത്തിക വർഷങ്ങളായിട്ട് ഇങ്ങനെ തകർന്നു തരിപ്പണമായ സാമ്പത്തിക അവസ്ഥ, ഇവിടെയൊക്കെ ദൈവത്തിന് ഇടപെടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനുഷ്യന് സാധ്യമല്ലാത്ത ഇടങ്ങളിലും ദൈവം പ്രവർത്തിക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് ഈ ലാസറിൻ്റെ ഉയർപ്പ് നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, മൃതമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ലാസറിനെ ഉയർപ്പിച്ച് ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ. നിൻ വഴിയേ നടക്ക